ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആളും ആരവും കഴിഞ്ഞു. മൂന്ന് മുന്നണികളും ഇനി പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്കും 4 നഗരസഭകളിലേക്കും ചെയർപേഴ്സൺമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് മാറിക്കഴിഞ്ഞു. UDFന് ഏറ്റവും കൂടുതൽ മേൽക്കൈ ലഭിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്തിലും 4 നഗരസഭകളിലും ഇതിനോടകം തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഒന്ന്, കോയിപ്പുറം ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന നീതു മാമൻ കൊണ്ടൂരിന്റെയും രണ്ടാമതായി പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെയും ഒപ്പം കോഴഞ്ചേരി ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന സ്റ്റെല്ലയുടെയും പേരുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജില്ലയിൽ വിജയിച്ച നീതു മാമൻ കൊണ്ടൂര് കോൺഗ്രസിന്റെ സാംസ്കാരിക സമിതിയുടെ സംസ്ഥാന നേതാവും ഒപ്പം തന്നെ മികച്ച അധ്യാപികയും KSUയിലൂടെയുള്ള പ്രവൃത്തി പരിചയവും മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ നീതു മാമൻ കൊണ്ടൂരിന്റെ പിതാവ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അദ്ദേഹം ഇപ്പോൾ KPCCയുടെ സംസ്ഥാന ഭാരവാഹിത്വവും വഹിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ സ്റ്റെല്ലയുടെ പേര് കേൾക്കുന്നത് അവര് മികച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഇതിനോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് കൂടി എന്നുള്ള ഒരു പരിഗണനയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ ടൈമിൽ, അതായത് LDF ഭരിച്ച പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നിർദ്ദേശിച്ച് തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് അവര് CPIയുടെ ഭരണകാലത്ത് പുറത്തു പോകാൻ കാരണമായത്. അങ്ങനെ CPIയിൽ നിന്നും പുറത്തുപോയി UDFന്റെ ചിഹ്നത്തിൽ വിജയിച്ചു വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ഒരു മധുര പ്രതികാരം കൂടിയായിരിക്കും. DCC ആസ്ഥാനത്ത് 3 പേരുകളുടെ പേരുകൾ ചർച്ചയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനീഷ് വരിക്കണ്ണാമലയുടെ പേര് സജീവമായി കേൾക്കുന്നുണ്ട്. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം കോന്നിയിൽ നിന്നും വിജയിച്ചു വന്ന മുൻ അധ്യാപകൻ കൂടിയായ S സന്തോഷ് കുമാറിന്റെ പേരും സജീവ പരിഗണനയിലാണ്. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.